ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ സലാലയ്ക്ക് പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ 1000 കിലോമീറ്ററാണ്, അതായത് മസ്കറ്റിൽ നിന്ന് സലാലയ്ക്ക് 1000 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ കാറിലാണ് പോണത്. ബാക്ക്ഗ്രൗണ്ടൊന്നും നോക്കണ്ട, നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് അത്രയും ദൂരം പോവുകയല്ലേ. അപ്പോൾ നമ്മൾ അതൊന്നും മുഷിയണ്ട, പിള്ളേരുകളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ 2-3 ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പോണതിനുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ സലാല എത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ്, അത് ക്ലൈമറ്റ് ചേഞ്ച് അതൊക്കെ കാണിക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ആദി വ്ളോഗ്. ഗൈസ്, നമ്മളിപ്പോൾ എവിടെയാ സലാലയിൽ. എൻ്റെ പൊന്നേ, പറയാൻ പറ്റില്ല, വെറുതെ അല്ല ആൾക്കാർ പറയണത് കേരളം പോലെയാണെന്ന്. ശരിക്കൊരു മൂന്നാർ വയനാട് ഫീലാണ് എനിക്കിവിടെ നിന്ന് കിട്ടിയത്. മരുഭൂമിയിൽ നിന്ന് ഇങ്ങോട്ടൊരു മലയുടെ മുകളിലേക്ക് വന്നപ്പോൾ എൻ്റെ പൊന്നി എന്താ പറയേണ്ടതെന്നില്ല. നമ്മൾ കൊടും ചൂടിൽ നിന്നാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത്. മഴയുണ്ടായിരുന്നു വരുന്ന സമയത്ത്, കാറ്റ്, എല്ലാം കൊണ്ടും ഭയങ്കര എന്തോ മനസ്സിനൊക്കെ ഒരു കുളിർമ, അത് അങ്ങനെ പറയാലോ. ഗൈസ് വീണു. നമ്മൾ ആക്രാന്തത്തിൽ അവിടെ കിടന്ന് ഇങ്ങനെ ചറപറാന്ന് കിടന്ന് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണു പോകും. വേറൊന്നും പറ്റിയില്ല, എന്നാലും ഒരു ചെറുതായിട്ട് കാലുമൊന്ന് പൊട്ടി, അത്രേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറച്ച് നേരം ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കൊന്ന് ഇറങ്ങാൻ തോന്നി എല്ലാവർക്കും. അതുകൊണ്ട് നമ്മൾ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. ഫോട്ടോസ് ഞാൻ 2-3 എണ്ണം നല്ലത് നോക്കിയിട്ട് ഞാൻ കാണിക്കാവേ ലാസ്റ്റ്. അങ്ങനെ നമ്മൾ ഈന്തപ്പനൊക്കെ, മരുഭൂമിയിൽ നിന്ന് ഈന്തപ്പനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തെങ്ങുകളായി കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ നമുക്കൊരു പ്രത്യേക തരം ഫീലുണ്ട്, നമ്മുടെ നാട്ടിലത്തെ ഒരു ഫീല്. അങ്ങനെ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ എത്തി. നമ്മുടെ ഡ്രസ്സും സാധനങ്ങളും ബാഗും ഒക്കെ എടുത്തിട്ട് നമ്മൾ റൂമിലേക്ക് പോവാണ് കേട്ടോ. ഇനി അടുത്ത വീഡിയോവുമായിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വരാവേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.